ഹലോ, പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ ഇന്ന് ചുള്ളിപ്പട്ടിയുടെ പാർട്ട് 2 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ മുകളിൽ ചെയ്യുന്ന വീഡിയോ ആയിരുന്നല്ലോ കണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ താഴത്തുള്ള അടുക്കളയിലുള്ള ഷോക്കേസിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ തുടങ്ങിയൊന്ന് കമൻറ്റ് ചെയ്യട്ടാം. നമ്മൾ കുറച്ച് നേരത്തെയാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏതായാലും അതിൻ്റെ പാത്രങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. ആദ്യം കഴുകിയിട്ട് പിന്നെ അത് തോർത്തെടുത്ത് വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ലല്ലോ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഇത്ര പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിരുന്നുകാരൊക്കെ മാത്രം വരുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളില്ലേ, അതൊക്കെ അങ്ങനെ ഇതേമാതിരിക്ക് നമ്മൾ കഴുകി എപ്പോഴും വൃത്തിയാക്കുന്നതുകൊണ്ട് ഇങ്ങനെ തോർത്തി എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നതുകൊണ്ട് വല്ലാതെ പണി ഉണ്ടായിട്ടില്ല. പൊടി കുറച്ച് പാറിയിരുന്നു നമ്മൾ അടുക്കളയിൽ ടൈലൊട്ടിച്ച ആ ഒരു ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നത്. മറ്റേത് നമ്മൾ തോർത്തി എടുത്ത് വെക്കാറേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ ചായയുടെയും പിന്നെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പണിയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കലും ഈ ഒരു പരിപാടിയൊക്കെ കൂടി നടക്കുന്നു കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചതിന് ശേഷം ആ ഒരു പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പണിയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഈ കഴുകി വൃത്തിയാക്കി വെച്ച ഗ്ലാസ്സുകളൊക്കെ നമുക്ക് പിന്നെ ഷോക്കേസിലിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ആദ്യം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തോത്തിയെടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ക്ലീൻ ചെയ്യുമ്പോഴും നമ്മുടെ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. അപ്പോൾ ആദ്യം വെച്ചിരുന്ന സ്ഥലത്തായിരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് ഈ സൈഡിലോട്ട് മാറ്റുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു ഭാഗം ക്ലീൻ ചെയ്താൽ പിന്നെ നമ്മൾ കട്ടിലായാലൊക്കെ ഒരു സൈഡിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ സൈഡിലിട്ട് നോക്കാമെന്നുള്ള ഇതുണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ പ്ലേറ്റ് വെക്കാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇത് വാങ്ങിച്ചത് ഒറ്റ സ്റ്റാൻഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റാക്കിലൊക്കെ വെക്കുന്നത് അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ പോകും. മറ്റേത് നേരക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റുകൾ ഇതിനുള്ളിൽ പോകില്ല കേട്ടോ. അത് ഡോറടക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര സ്പേസ് ഇതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ പോവുകയും ചെയ്യും, നമുക്ക് പിന്നെ വൃത്തിയിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യട്ടോ. ഏതായാലും ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത റൂമാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഉണ്ടായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൂം ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് മാറ്റുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഏതായാലും ഇന്ന് ഈ ഒരു റൂമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ റാക്കുമ്പോഴുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കുറേ സാധനം കാണാതെ പോയതും പിന്നെ എന്താ പറയുക നമ്മൾ കുറേ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു നിമിഷമാണ് ഈ ഒരു നനച്ചുള്ളി പണിയിട്ടാണ്. പിന്നെ ഏതായാലും റാക്കും കാര്യങ്ങളൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി ഇവിടെയൊക്കെ നല്ല നനഞ്ഞ ശീല കൊണ്ട് തോത്തിയെടുക്കണം കേട്ടോ. മറാലൊക്കെ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ തട്ടി ഒഴിവാക്കുന്നത്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൂടെ പണിയെടുത്തിരുന്ന ഒരാളെ കാണാനില്ല കേട്ടോ. അതായത് ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മോളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ പണിയെടുക്കാൻ. അപ്പോൾ നോക്കിയപ്പോൾ ആളെ കാണില്ല. കുറേ നേരം വിളിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ് കേട്ടോ. അവളവിടെ വണ്ടിയും കൈകി വൃത്തിയാക്കണം കേട്ടോ. പിന്നെ എല്ലാ സ്ഥലവും വൃത്തിയാക്കിയപ്പോൾ അവളെ വണ്ടി മാത്രം പൊടി വരയ്ക്കുന്നത്. അപ്പോൾ അവളെ വണ്ടി ക്ലീൻ ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ ഇവർക്ക് സ്കൂളിൽ ഉണ്ടാവണ ഒരു കണക്കിൽ നല്ലത്. അതായത് പിന്നെ അവരെ ഇതിൽ പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇടയ്ക്ക് ഇവരെ കാണാതാകുമ്പോൾ ഇവരെയും വന്ന് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്രാവശ്യം ജനലും വാതിലൊക്കെ ഫുള്ളായിട്ട് വെള്ളമടിച്ച് കഴുകാൻ കേട്ടോ. മറ്റേത് നമ്മൾ വെള്ളം നനച്ചിട്ട് ശീലെടുത്തിട്ട് തോത്താറാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം നല്ലോണം പൊടി പാറിയതുകൊണ്ട് നമ്മൾ തോത്തിയെടുത്തിട്ടൊന്നും പിന്നെ പോകുന്നില്ല. അപ്പോൾ നല്ലോണം വെള്ളം അടിച്ച് കഴിക്കുന്നതിന് ശേഷമാണ് നമ്മൾ തോത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ടിലൊക്കെ ചെരിച്ചിട്ടതാണ്, അതൊക്കെ ഒന്ന് കഴുകാതെ വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ അലക്കാനുള്ള തുണികളും കൊണ്ടുപോയിട്ടിട്ട് മെഷീനിലിട്ടിട്ട് അതും കൊണ്ടുപോയിടുന്നുണ്ട് കേട്ടോ. മറ്റേത് ആ ഒരു പണിയിലൂടെ ഇതും നടക്കണ്ടേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിരിക്കും കേട്ടോ. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനും പിന്നെ വോയിസ് ഓവർ കൊടുക്കാനൊരു മൂഡില്ലാതായപ്പോൾ അങ്ങനെ ഇട്ടതാണ്.
മറ്റേത് എല്ലാ പ്രാവശ്യവും നിങ്ങളെ ഈ വീഡിയോസ് ഇങ്ങനെ ഇട്ട് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ വോയിസ് കൊടുക്കണം മടി കൊണ്ടാണ് ഒന്നാമത് കേട്ടോ ഇത് എഡിറ്റ് ചെയ്യാത്തതും, പിന്നെ വോയിസ് എടുക്കാൻ മടിയായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ വോയിസ് കൊടുക്കാതെ മ്യൂസിക് മാത്രം വെച്ചിടുമ്പോൾ ആർക്കും അത്ര കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വോയിസും കൂടി കൊടുക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചെയ്യും. അങ്ങനെ കേട്ടിരുന്നോളൂ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അവളവിടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഉമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ റൂമൊക്കെ കഴിഞ്ഞ ശേഷം ഡൈനിങ് ഹാളും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ സിറ്റൗട്ടിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഈ ഒരു ദിവസം എടുത്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഒരുവിധം പണിയൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയെ നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളൂ. അടുക്കളയിലുള്ള മുകളിലുള്ള അടുക്കള കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ താഴെയുള്ള അടുക്കള മാത്രമേ ഇനി കഴിയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മുടെ പഴം ഒക്കെ കൂട്ടി കുഴച്ചിട്ടുള്ള ഉണ്ടപ്പൊരി അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.